ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരാവുന്ന ഒരു ലോകം സ്വപ്നം കാണുന്നവരാണ് നമ്മൾ. മനസ്സിന്റെ സമാധാനവും ശാന്തതയുമാണ് പ്രധാനം. മനസ്സ് ശാന്തമാവണമെങ്കിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ ശാന്തമായിരിക്കണം, അല്ലേ? വെറും വാക്കുകൾ പറയാത്ത, കാപട്യമില്ലാത്ത അങ്ങനെ ഒരു ലോകത്താണ് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനാവുക. അങ്ങനെയുള്ള ഒരു ലോകമുണ്ടായിരുന്ന ഒരു കാലഘട്ടം, അത് അസുരരാജാവ് മഹാബലിയുടെ കാലമായിരുന്നു. മായമില്ലാത്ത ഭക്ഷ്യവസ്തുക്കളുള്ള, അളവിലും തൂക്കത്തിലും കൃത്രിമമില്ലാത്ത നിത്യോപയോഗ സാധനങ്ങൾ കിട്ടുന്ന, കള്ളം പറയാത്ത ആളുകളുള്ള, ചതിക്കാത്ത സൗഹൃദങ്ങളുള്ള ഒരു കാലം. എല്ലാ മനുഷ്യർക്കും തുല്യമായ നീതി ഉറപ്പുള്ള ഭരണമായിരുന്നു അത്. ഏത് ലോകത്ത് നടക്കുന്ന കാര്യമാണിതെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നെറ്റിച്ചുളിക്കരുത്. നടക്കാൻ എപ്പോഴെങ്കിലും ഒരു സാധ്യത പോലും ഇല്ലല്ലോ എന്നൊരു അതിശയം തോന്നുന്നുണ്ട്, ഇല്ലേ? ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. നിങ്ങളോടൊപ്പം ഞാൻ ദാമോദർ രാധാകൃഷ്ണൻ. അസുര രാജാവ് മഹാബലിയെ പരിചയപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡിലും തുടർന്നുള്ള എപ്പിസോഡുകളിലും. മഹാബലിയെക്കുറിച്ചുള്ള ഒരു കഥ ഇങ്ങനെ: ആത്മബലി കൊണ്ട് സ്വർഗത്തിലും ശ്രേഷ്ഠമായ സ്ഥലത്ത്, അതായത് മഹാവിഷ്ണുവിന്റെ പൂർണ്ണ സാന്നിധ്യമുള്ള സുതലം എന്ന സ്ഥലത്തേക്ക് ഭഗവാന്റെ പാദതലാനുഗ്രഹത്താൽ ഉയർത്തപ്പെട്ട അസുരരാജാവ്. ബലവും ഐശ്വര്യവും ഉണ്ടായിരുന്ന കാലത്ത് അന്യരുടെ അവകാശങ്ങൾ എല്ലാ പരാക്രമങ്ങളിലൂടെയും കൈയടക്കിയ ബലി ഈശ്വരമഹിമ മനസ്സിലാക്കി ആത്മനിവേദനം നടത്താൻ ഭക്തവത്സലനായ ഭഗവാൻ അനുവദിച്ച ദിവസമാണ് തിരുവോണം. ഹിരണ്യകശിപുവിന്റെ പൗത്രന്റെ പുത്രൻ ഇന്ദ്രസേനൻ, അതായത് പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനൻ, അദ്ദേഹവും അസുരനായിരുന്നെങ്കിലും ധർമ്മിഷ്ഠനും ദാനതൽപരനുമായിരുന്നു. അങ്ങനെ ശൂരന്മാരായ പൂർവികരാൽ ആചരിക്കപ്പെട്ട ധർമ്മങ്ങളെ യഥാവിധി അനുഷ്ഠിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു ഇന്ദ്രസേനൻ. ബലിയെന്നത് അദ്ദേഹത്തിന്റെ സദ്ഭാവമാണ്, കർമ്മമാണ്. വാക്കുപാലിക്കാൻ മുന്നിൽ വന്നത് ഭഗവാനാണെന്നറിഞ്ഞ് ആത്മബോധത്തോടെ തന്റെ ഗുരു ശുക്രാചാര്യരുടെ നിർദ്ദേശങ്ങൾ എളിമയോടെ നിരസിച്ച് ഗുരുശാപത്താൽ സർവൈശ്വര്യങ്ങളും വെടിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ ശിരസ് നമിച്ച് ആ തൃക്കാലടി ശിരസിലേന്തിയ മഹാപുരുഷൻ. ആത്മബലി നടത്തി തന്റെ പൂർവികർക്ക് യശസ്സു പകർന്ന ഇന്ദ്രസേനൻ എന്ന പ്രഹ്ലാദ പൗത്രൻ മഹാബലിയായി. ഗുരുവായ ശുക്രമുനിയുടെ നിർദ്ദേശങ്ങൾ കേട്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെ: പ്രഹ്ലാദവംശജനായ താൻ ഒരു ബ്രാഹ്മണനോട് തരാമെന്നു പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്നതെങ്ങനെ? അസത്യത്തിലും വലുതായ അധർമ്മമൊന്നുമില്ലെന്നും അസത്യപരനായ മനുഷ്യനെ ഒഴിച്ച് എന്തും തനിക്ക് താങ്ങാമെന്ന് ഈ ഭൂമിദേവി പറഞ്ഞിട്ടുണ്ട് എന്നുമാണ്. ബലിപത്നി വിന്ധ്യാവലിക്ക് വാമനദർശനത്താൽ മാതൃത്വം ഉണരുകയും അതറിഞ്ഞ ഭഗവാൻ മനസ്സാ അനുഗ്രഹിച്ചുവെന്നും പിന്നീട് കൃഷ്ണാവതാര കാലത്ത് യശോദ അമ്മയായി കണ്ണനെ മുലയൂട്ടിയെന്നും പറയപ്പെടുന്നു. ദേവലോകം കീഴടക്കി ഇന്ദ്രപദവി ആഗ്രഹിച്ച് അതിനായി ഭൃഗുഗച്ഛം എന്ന സ്ഥലത്ത് വിശ്വജിത്ത് എന്ന യാഗം നടത്തി പൂർണ്ണമാകുന്നതിന് മുൻപ് വാമനമൂർത്തി അവിടെ എത്തുകയും യാഗവിഘ്നം വരികയും ചെയ്തു. ഇങ്ങനെ കഥകളേറെയുണ്ട്. മലയാള ഭാഷയുടെ തെളിമയും ശുദ്ധിയുമുള്ള കേരളമെന്ന മലയാണ്മയുടെ സുവർണകാലത്തിന്റെ കഥ കൂടിയാണ് ദേവന്മാർക്ക് പോലും അസൂയയുണ്ടാക്കുന്ന വിധം ഈ ദേശം ഭരിച്ച അസുരരാജാവ് മഹാബലിയുടെ കഥ. പ്രളയവും നിപ്പയും കൊറോണ മഹാമാരിയും അതിജീവിച്ച നമ്മൾ പുതുജീവനത്തിന്റെ പാതയിൽ എല്ലാം മറന്നു മുന്നോട്ട് നീങ്ങുകയാണല്ലോ, അല്ലേ? പണ്ടുകാലത്ത് ഓണം നമുക്കെല്ലാം ആഘോഷത്തിന്റെ നാളുകളായിരുന്നു. പൂവിളികളും ഊഞ്ഞാലാട്ടവും പാട്ടും കളികളുമെല്ലാം കൊണ്ട് സമ്പന്നമായിരുന്നു. ആ കാലമിന്ന് വീണ്ടെടുക്കുവാൻ വല്ലാതെ പാടുപെടുകയാണ് മാനവ സമൂഹം. എങ്കിലും ഓണം ഇങ്ങടുക്കുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷമാണ്. നാടാകെ പ്രസരിപ്പ് പരത്തി ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ ഓരോ മനസ്സുകളും താനെ വെമ്പൽ കൊള്ളും. കച്ചവട കേന്ദ്രങ്ങളപ്പോൾ ബഹുവർണ്ണ പ്രകാശഗോപുരങ്ങളാകും. പുത്തനുടുപ്പും പിന്നിയിട്ട മുടിയിഴകളിൽ തെച്ചിപ്പൂമാലയും അണിഞ്ഞ കൗമാരം പൂക്കളമെഴുതിയ കുഞ്ഞുമുറ്റങ്ങളും കോലമെഴുതിയ ഇടനാഴികളും ഒരുക്കി തൃക്കാക്കരയപ്പനെ വരവേറ്റ് ആർപ്പും കുരവയുമായി ഓണത്തെ വരവേൽക്കുകയാണ്. നാട്ടിലും മറുനാട്ടിലുമിരുന്ന് വേല തേടിപ്പോയ ഉറ്റവരും ഉടയവരും ആഹ്ലാദത്തിന്റെ ആലിംഗനങ്ങൾ വാരിച്ചൊരിയുമ്പോൾ പോയ കാലത്തിന്റെ കൂട്ടുകുടുംബ സന്തോഷങ്ങൾ നമ്മളെ തമ്മിലകറ്റിയതിന്റെ നൊമ്പരങ്ങളെല്ലാം മറക്കാൻ
ഓണക്കാല ഓർമ്മകൾ ഇരമ്പിയെത്തുകയാണ്. പല ദേശത്തും പല രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഓണക്കാലത്തെ നിറസമ്പുഷ്ടമാക്കുന്നത്. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ വിരിയുന്ന ആമ്പൽക്കൂട്ടങ്ങളും അവയ്ക്കിടയിൽ മുങ്ങിക്കുളിച്ചു വരുന്ന താറാക്കൂട്ടങ്ങളും വയൽവരമ്പിൽ പൂവിടുന്ന കാട്ടുപൂക്കളും തുമ്പയും തുളസിയും മുക്കുറ്റിയും കൊണ്ടുവരുന്ന ആഹ്ലാദത്തെ ആർക്കാണ് മറക്കാനാകുന്നത്? നിറസമൃദ്ധമായ ആ കാഴ്ചയ്ക്കിടയിൽ മാവേലിത്തമ്പുരാൻ ആകെ കാണുന്നത് ആരെയാണ്? അരികുപറ്റി നിന്ന ആ തുമ്പപ്പൂവിനെ. അങ്ങനെ അരികുപറ്റി നിന്ന തുമ്പപ്പൂവിനെയും പരിഗണിക്കുന്ന തമ്പുരാനാരോ, അവനാകുന്നു മഹാബലി. ആ മഹാബലിയുടെ കടാക്ഷമേറ്റ് ഒന്നുകൂടി വിരിഞ്ഞു നിൽക്കുന്ന തുമ്പക്കുടം. ആ തുമ്പക്കുടം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഓരത്ത് നിൽക്കുന്നവന്റെയുമാണ് ഓണമെന്ന്. പണ്ട് ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിൽ പാടിക്കളിച്ചിരുന്ന കുടമൂതൽ കളിപ്പാട്ടും തൃശൂർ പാലക്കാടൻ ഗ്രാമങ്ങളിൽ ഓണവരവറിയിക്കുന്ന ഓണപ്പൊട്ടൻ തെയ്യവും തുമ്പിതുള്ളലും കുമ്മാട്ടിയും ഓണത്തല്ലും ഓണപ്പന്തുകളിയും അരമണികലിക്ക് ചുവടുവച്ച് വടക്കുന്നാഥനെ ചുറ്റിവരുന്ന പുലികളി സംഘങ്ങളും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ചമ്പക്കുളത്തെ മൂലം വള്ളംകളിയും തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയവും എറണാകുളത്ത് തൃക്കാക്കരയപ്പന്റെ സർവസന്നാഹങ്ങളോടുകൂടിയ എഴുന്നള്ളത്തും ഓണാട്ടുകരയിലെ ആഘോഷങ്ങളും കൊണ്ട് സമ്പന്നമായ കേരളീയ സംസ്കാരം ഒരിക്കൽ കൂടി വീണ്ടെടുക്കുകയാണ് നമ്മളെല്ലാം ഒന്നായിട്ട്. അപ്പോ നമ്മളെല്ലാരും റെഡിയല്ലേ? മാവേലി നാടെന്ന് പറയുമ്പോ തന്നെ സമത്വസുന്ദരമായ ഒരു പോയ കാലം ഓർമ്മകളിൽ മിന്നിത്തെളിയും. അസുരചക്രവർത്തിയായിട്ടിരുന്ന മഹാബലി ഭരിച്ചിരുന്ന നാട്ടിൽ കൊള്ളയും കൊള്ളിവെപ്പും ചതിയും വഞ്ചനയും ഒന്നുമില്ലായിരുന്നുവെന്ന് മുത്തശ്ശിമാർ മടിയിലിരുത്തി ചൊല്ലിത്തന്ന പഴങ്കഥകളിൽ മായാതെ ഇന്നുമുണ്ട്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തിതൊന്നും ആർക്കില്ല താനും എന്നു തുടങ്ങിയ നാടൻ ശീലുകൾ മഹാബലിയുടെ ഭരണസമ്പ്രദായം എത്ര മികച്ചതാണെന്ന് നമ്മളെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുന്നതാണ്. ചരിത്രകഥകൾ പല രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും ദേവാസുരവൈര്യം നമ്മുടെ ഇടയിൽ പ്രസിദ്ധമാണല്ലോ. പാലാഴിമഥനവും ശ്രീ അയ്യപ്പന്റെ ജനനവുമെല്ലാം ആ ചരിത്രങ്ങളോട് ബന്ധപ്പെടുന്നവയുമാണ്. കഥ കേൾക്കാൻ വളരെ ഇഷ്ടമുള്ളവരാണല്ലോ നമ്മൾ മലയാളികൾ. ഒരു കഥ പറഞ്ഞു പോകാം. ഒരിക്കൽ ക്ഷിപ്രകോപിയായ ദുർവാസാവ് മുനികൾ ദേവേന്ദ്രനെ സന്ദർശിക്കുന്ന വേളയിൽ സമ്മാനമായി ഇന്ദ്രനു കൊടുത്ത അമൂല്യമായ സൗഗന്ധികപ്പൂക്കൾ കൊണ്ടുള്ള മാല അദ്ദേഹം തന്റെ വാഹനമായ ഐരാവതത്തിന്റെ നെറ്റിയിൽ അണിയിക്കുകയും പൂക്കളിൽ വന്നുകൂടിയ തേൻവണ്ടുകളുടെ ശല്യം ദുസ്സഹമായ ഐരാവതം ആ മാല നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുകയും ഇതിൽ കോപം പൂണ്ട മുനി ദേവന്മാരെ ശപിക്കുകയും അവർക്ക് ജരാനരകൾ ബാധിക്കുകയും ദേവലോകത്തിന്റെ ചൈതന്യമാകെ നശിക്കുകയും ചെയ്തു. മഹാവിഷ്ണുവിനു മുന്നിൽ സങ്കടമുണർത്തിക്കാനെത്തിയ ദേവന്മാരോട് പാലാഴി മഥനം ചെയ്ത് അമൃത് ഭക്ഷിച്ചാൽ ശാപമുക്തിയുണ്ടാകുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ദേവന്മാർക്ക് തനിച്ച് പാലാഴിമഥനം അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ ദേവഗണങ്ങൾ അസുരന്മാരെ തന്ത്രപൂർവം കൂടെ കൂട്ടി. പാലാഴി കടഞ്ഞ് അമൃത് മോഹിനിവേഷധാരിയായ മഹാവിഷ്ണുവിനെ ഉപയോഗിച്ച് കൈക്കലാക്കി സേവിച്ച് ശാപമുക്തി നേടി ദേവന്മാർ. അതോടെ അസുരന്മാർക്ക് ദേവന്മാരോടുള്ള പക അനുദിനം വർദ്ധിക്കുകയും ദേവലോകം ആക്രമിക്കുവാൻ പദ്ധതിയിടുകയും ചെയ്തു. പ്രഹ്ലാദപുത്രനായ വിരോചനന്റെ മകനായ മഹാബലി തന്റെ മുൻഗാമികളെപ്പോലെ സർവകലകളിലും നിപുണനും വീരനും ധൈര്യശാലിയായ പോരാളിയുമായിരുന്നു. വിഷ്ണുഭക്തനായ പ്രഹ്ലാദന്റെ പൗത്രനായ മഹാബലി അദ്ദേഹത്തിന്റെ വാത്സല്യവും ഉപദേശവും ലാളനയും കൊണ്ട് സ്വാഭാവികമായും ധർമ്മചിന്തകളിൽ മുഴുകുന്ന വിഷ്ണുഭക്തനായി തീർന്നു. ഇത് ഇന്ദ്രാദികളെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തിയത്. ഇങ്ങനെ പോയാൽ അത് ശരിയാവില്ലല്ലോ, എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ? നാൾക്കുനാൾ വർദ്ധിച്ചുവരുന്ന അസുരശക്തിയെ ദേവന്മാർ ഭയക്കാൻ തുടങ്ങി. പോംവഴി കണ്ടെത്താനായി പല വഴിക്കാലോചനയായി. ആ ആലോചനയുടെ പര്യവസാനം എന്താണെന്ന് അറിയണ്ടേ? അങ്ങനെ നാൾക്കുനാൾ വർദ്ധിച്ചുവന്ന അസുരശക്തിയെ ദേവന്മാർ ഭയന്നു. ആ സമയത്ത് അസുരശക്തിയിൽ ഭ്രമം കൊണ്ട് മൂന്നു ലോകവും കീഴടക്കി ബലവാനായിത്തീരാൻ നർമ്മദാതീരത്തൊരു മഹായജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മഹാബലി.
ദേവന്മാരുടെയെല്ലാം അപേക്ഷ പ്രകാരം മഹാവിഷ്ണു വാമനാവതാരമെടുത്ത് അരയിലെ അരഞ്ഞാണത്തിൽ ചുറ്റിയ കൗപീനവും ഒരു കൈയിൽ കമണ്ഡലവും മറുകൈയിൽ ഛത്രവുമായി യാഗശാലയിൽ മുനികുമാരന്റെ വേഷത്തിലെത്തി. എന്നിട്ടോ തനിക്ക് 3 അടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ദാനധർമ്മങ്ങളിൽ പണ്ടേ വിട്ടുവീഴ്ചയില്ലല്ലോ ധർമ്മശാലിയായ മഹാബലിക്ക്. മുനികുമാരന്റെ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചു. അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, എന്തിന് 3 അടി മണ്ണ്? 3 അടി മണ്ണല്ല, ഭൃങ്ക്യാരകമെന്ന രാജ്യമോ എന്റെ സുഖസൗകര്യങ്ങൾ എന്തുമോ അങ്ങേക്ക് ദാനമായി തരാൻ ഞാൻ തയ്യാറാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. മുനികുമാരൻ അതിൽ തൃപ്തനായില്ല. 3 അടി ഭൂമി എന്ന ആവശ്യം ആവർത്തിച്ചുന്നയിച്ചു. അങ്ങനെയായപ്പോൾ ഗുരുവായ ശുക്രാചാര്യർ മഹാവിഷ്ണുവിന്റെ കപടരൂപം തിരിച്ചറിയുകയും ഇതിൽ ചതി ഒളിച്ചിരിപ്പുണ്ട് എന്ന് മഹാബലിയെ ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ ധർമ്മിഷ്ഠനായ മഹാബലി തന്റെ ഗുരുവിന്റെ ആജ്ഞയെ സ്നേഹപൂർവം നിഷേധിച്ചു. ശേഷം ദാനത്തിനു മുന്നോടിയായി ഒരു കിണ്ടിയിൽ ജലദാനത്തിന് തുനിഞ്ഞു. അന്നേരം ശുക്രാചാര്യർ ഒരു കരടിന്റെ രൂപത്തിൽ കിണ്ടിവാലിൽ കയറിയിരിക്കുകയും ജലം പുറത്തേക്ക് പ്രവഹിക്കുന്നത് തടയുകയും ചെയ്തു. എന്നാലോ വാമനൻ ഒരു ദർഭപ്പുല്ലുകൊണ്ട് കരട് നീക്കം ചെയ്തു. ദർഭമുന ശുക്രാചാര്യരുടെ കണ്ണിൽ തറച്ച് ശുക്രാചാര്യർ ഏകലോചനനായി തീർന്നു. കണ്ണു നഷ്ടപ്പെട്ട ശുക്രാചാര്യർ പ്രഹ്ലാദപൗത്രനായ മഹാബലിയെ ശപിച്ചു. ധർമ്മിഷ്ഠനായ മഹാബലി 3 അടി മണ്ണ് അളന്നെടുക്കുവാൻ വാമനനെ അനുവദിച്ചു. അനുവാദം കിട്ടിയ മാത്രയിൽ വളർന്നു ഭീമാകാരനായ മുനികുമാരൻ 1-മത്തെ ചുവടിന് ഭൂമിയും 2-ാം ചുവടിന് സ്വർഗവും അളന്നുകഴിഞ്ഞ് 3-മത്തെ ചുവടിനായി മഹാബലിയെ സമീപിച്ചു. ഇനി നൽകാൻ എന്റെ ശരീരം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മഹാബലി വാമനനു മുന്നിൽ ശിരസ്സു കുനിച്ചു. ധർമ്മിഷ്ഠനായ ബലിയെ വാമനൻ ശിരസിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തുകയും ചെയ്തു. ധർമ്മചര്യയിൽ വ്യതിചലിക്കാത്ത വിഷ്ണുഭക്തനായ മഹാബലിക്ക് തന്റെ പ്രജകളെ കാണുവാൻ ആണ്ടോടാണ്ട് അനുവാദവും നൽകി അനുഗ്രഹിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഇന്നും മലയാളികൾ ഓണം ആഘോഷിച്ചു വരുന്നു. വാമൊഴിയിലൂടെയും വരമൊഴിയിലൂടെയും ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ള നിങ്ങൾക്ക് മഹാബലി എന്ന അസുരചക്രവർത്തി ഭരിച്ചിരുന്ന നാടും അദ്ദേഹത്തിന്റെ ഭരണനിപുണതയും ഒരുപാട് ഇഷ്ടമായിരിക്കാമല്ലേ? ദേവന്മാരും അസുരന്മാരും അവരുടെ കുടിപ്പകയുമൊക്കെ നമ്മെ ഒരുപാട് ആകർഷിച്ച കഥകൾ തന്നെയാണ്. കഥയിൽ ചോദ്യമില്ല എന്ന് പരക്കെ പറയുമെങ്കിലും പരസ്പരം ഏറ്റുമുട്ടുന്ന ചോദ്യവും ഉത്തരങ്ങളുമാണ് മഹാബലിയുടെ ചരിത്രകഥയിലൂടെ കടന്നുപോകുമ്പോൾ നമ്മളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്. ഇന്നത്തെ പല ജനപ്രിയ സിനിമകളിലും അസുരന്മാരെ അഥവാ രാക്ഷസന്മാരെ അപരിഷ്കൃത ജീവികളും കറുത്ത ഭീകരരൂപികളുമായി ചിത്രീകരിക്കുന്നുണ്ട്. സർവഗുണസമ്പന്നരായ ദേവകളെ സുന്ദരന്മാരായ സർവാഭരണ വിഭൂഷകളായോ വീരശൂര പരാക്രമികളായോ വരച്ചു കാണിക്കുമ്പോൾ ഭയഭക്തി ബഹുമാനങ്ങൾ നമ്മുടെ ഉള്ളിൽ മുളപൊട്ടുന്നത് സവർണ അവർണ ജാതീയതയുടെ വേർതിരിവ് നമ്മളിൽ പലരുടെയും ഉള്ളിൽ ഇപ്പോഴും മായാതെ പതിയിരിക്കുന്നതുകൊണ്ടാകാം അല്ലേ? ദേവാസുര യുദ്ധങ്ങളിൽ ദേവന്മാർ വിജയിച്ചു വരുന്നത് കാണാനാണ് നമുക്കിഷ്ടം. അസുരന്മാർ ഭീകരന്മാരും ദയയോ കാരുണ്യമോ ലവലേശമില്ലാത്തവരായും നാം വിലയിരുത്തുന്നുമുണ്ട്. അവിടെയാണ് മഹാബലി എന്ന അസുരചക്രവർത്തിയെ നമ്മൾ ആകെ ഇഷ്ടപ്പെടുന്നതും ഇന്നത്തെ ജനാധിപത്യ ഭരണവ്യവസ്ഥയിൽ മനോഹരമായ മാവേലി ലോകത്തെ വാഴ്ത്തിക്കൊണ്ട് നാം കേരളീയർ ഓണം മുടങ്ങാതെ ആഘോഷിക്കുകയും ചെയ്യുന്നത്. സ്വർഗവും ഭൂമിയും നരകവും മനസ്സിൽ കാണുന്നവർ ഭൂമിയിലെ അന്തേവാസികളായ നമ്മൾ തന്നെയാണ്. നരകതുല്യമായ ജീവിതം നയിക്കുന്നവരെ പാപികളും വിരൂപന്മാരായ ദുഷ്ടജീവികളായി കാണുമ്പോൾ സ്വർഗവാസികൾ സുഖലോലുപരും സമ്പന്നരും ഭാഗ്യവാന്മാരുമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ ഇന്നും? പച്ചപ്പാർന്ന ഭൂമിയെ, ഈ കൊച്ചു കേരളത്തെ സ്വർഗതുല്യമാക്കിയ ആ ചരിത്രപുരുഷനെക്കുറിച്ചാണ് നമ്മുടെ അന്വേഷണം. മഹാബലി ചക്രവർത്തിയെക്കുറിച്ചു തന്നെ. സമത്വസുന്ദരമായ ആ മാവേലിക്കാലം
പാതാളമണ്ണിൽ ചവിട്ടിത്താഴ്ത്തിയ വാമന ദൈവത്തേക്കാൾ ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഒരു രാക്ഷസരാജാവിനെ തന്നെയല്ലേ എന്ന ചോദ്യമാണ് കഥയിലൂടെ ഇന്ന് പടർന്നു വളർന്നു വലുതാവുന്നത്. കള്ളവും ചതിയും നുണയും പതിരുമില്ലാതെ കേരളം ഭരിച്ചിരുന്ന രാജാവ്, ദേവരാജനായ ഇന്ദ്രനെ വിറപ്പിച്ച കരുത്തനായ യോദ്ധാവ്, അഷ്ടദിക്കും കൈയടക്കിയ ചക്രവർത്തി. വിശേഷണങ്ങൾ ഏറെയുണ്ട് മഹാബലിക്ക്. എന്നാൽ ആ വിശേഷണങ്ങൾക്കുമപ്പുറം സ്നേഹസമ്പന്നനായ, തന്റെ ജനങ്ങളുടെ ക്ഷേമത്തിൽ താൽപ്പര്യമുള്ള ഒരു ഭരണാധികാരിയെയാണ് മഹാബലി കഥകളിൽ നാം കണ്ടുമുട്ടുന്നത്.